എല്ലാവർക്കും നമസ്കാരം. ആഷിക്കോൺ ലാബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്കണോമിക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 3 ടോപ്പിക്കുകളാണ്. 1 ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ, 2 സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, 3 ട്രേഡ് പോളിസി. +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഇക്കണോമിക് സബ്ജക്റ്റിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന 3 ടോപ്പിക്കുകളാണിവ. ഇത് പലതവണ എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക് കൂടിയാണ്. മറക്കാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യണേ. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക്ക് ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ 1956. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956ലേതാണ്. അതായത് ഇന്ത്യയിൽ 1956ലാണ് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി നിലവിൽ വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുള്ള ആൻസർ വന്നു കഴിഞ്ഞു. IPR നിലവിൽ വന്നത് 1956ലാണ്. അത് മറക്കാതിരിക്കുക. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ അഡോപ്റ്റഡ് ദ കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായ മേഖലയിൽ ഇന്ത്യ ഒരു കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിളാണ് അഡോപ്റ്റ് ചെയ്തത്. ഈ കമാൻഡിംഗ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ പ്രകാരം, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 പ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങളെ പ്രധാനമായും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേതെല്ലാമാണെന്ന് നോക്കാം. 1956ലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇന്ത്യയിലെ വ്യവസായങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, അവ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം സാധാരണ വരാറുള്ളത്. നമുക്ക് ആ ആൻസർ ഒന്ന് നോക്കാം. Industrial Policy Resolution 1956 classified industries into 3. First one, industries exclusively owned by the state. Second one, industries in which the private sector can coexist with the public sector. Third one, remaining industries completely left to the private sector, but they will be controlled and regulated by the state. 1956ലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇന്ത്യയിലെ വ്യവസായങ്ങളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. 1, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. അതായത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങൾ, പൂർണ്ണമായും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങൾ. രണ്ടാമത്തേത്, ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് ദ പബ്ലിക് സെക്ടർ. രണ്ടാമത്തെ പോയിന്റ്, പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ പബ്ലിക് സെക്ടറിലും കോ എക്സിസ്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ, അതായത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. മൂന്നാമത്തേത്, റിമൈനിങ് ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ ബട്ട് ദേ വിൽ ബി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് പൂർണ്ണമായും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. പക്ഷേ ദേ വിൽ ബി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങൾ. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. The government appointed the Village and Small Scale Industries Committee in 1955. This committee recommended promotion of all small scale industries of the promotion of employment and development of rural areas. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം കാർവേ കമ്മിറ്റി എന്താണെന്നാണ്. കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് 1955 ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ചോദ്യം വരുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്നല്ല, മറിച്ച് കാർവേ കമ്മിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ കാർവേ കമ്മിറ്റിയുടെ പ്രത്യേകത? ദ ഗവൺമെന്റ് അപ്പോയിന്റഡ് ദ വില്ലേജ് ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. അല്ലെ, കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് നിയമിക്കപ്പെട്ട വില്ലേജ് ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കമ്മിറ്റി
എന്ത് ചെയ്തു? ദിസ് കമ്മിറ്റി റെക്കമെൻഡഡ് പ്രൊമോഷൻ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ്. ഈ കമ്മിറ്റി ഗവൺമെന്റിലേക്ക് നൽകിയ റിപ്പോർട്ട് എന്താണ്? കമ്മിറ്റി റെക്കമെൻഡഡ്, ഇവര് ശുപാർശ ചെയ്തു എന്താണ്? പ്രൊമോഷൻ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ്. ഗ്രാമങ്ങളുടെ വികസനത്തിനും ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ തൊഴിൽ വളർത്തുന്നതിനും വളരെ സഹായകമായ ഒരു മേഖലയാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക. കാർവേ കമ്മിറ്റി ഇൻ 1955. ഓക്കെ, 1955 കാർവേ കമ്മിറ്റി രൂപീകരിച്ചത്. കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഈ കാർവേ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? വില്യം കാർവേ ആണ്. അതുകൊണ്ടാണ് ഈ കമ്മിറ്റി എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാർവേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കാർവേ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? വില്യം കാർവേ. ഓക്കെ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാർവേ കമ്മിറ്റി ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് നിർബന്ധമായും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് പോയിന്റുകൾ നോക്കാം. ഒന്നാമത്തേത് ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത് ലെസ് ഇമ്പോർട്ട്സ്. 3 മോർ ജോബ്സ് ഓർ ലേബർ ഇന്റൻസീവ് ടെക്നോളജി. 4 ലെസ് പൊല്യൂഷൻ. ദെൻ 5 റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, പ്രധാനമായും 5 നേട്ടങ്ങളാണ്, അഡ്വാൻറ്റേജസ് ആണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഉള്ളത്. ഒന്നാമത്തേത് ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ കുറച്ച് മുതൽ മുടക്കുമതിയാകും. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ചു മതി എന്നുള്ളതാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. രണ്ടാമത്തേത് ലെസ് ഇമ്പോർട്ട്സ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയൊക്കെ എന്താണ് നമുക്ക് കുറയ്ക്കാൻ കഴിയും, അല്ലെ? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എന്താണോ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഇറക്കുമതി ചെയ്യേണ്ടതായി വരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് മോർ ജോബ്സ് ആണ്, അല്ലെ? മോർ ജോബ്സ്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെ? ഗ്രാമപ്രദേശങ്ങളില് ഗ്രാമീണർക്ക്, തൊഴിലില്ലാത്ത ആളുകൾക്കെല്ലാം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ഏത് സഹായിക്കും? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സഹായിക്കും. അതുപോലെ നാലാമത്തെ പോയിന്റ് ലെസ് പൊല്യൂഷൻ ആണ്. എന്താണ് ലെസ് പൊല്യൂഷൻ? പരിസ്ഥിതിക്ക് ഹാനികരമല്ല, മലിനീകരണം കുറവായിരിക്കും. അതാണ് ലെസ് പൊല്യൂഷൻ, അല്ലെ? ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് പൊല്യൂഷൻ ആണ്. ഓക്കെ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം എന്താണ്? പരിസ്ഥിതിക്ക് ദോഷകരമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്, അതായത് പരിസ്ഥിതിയെ ഹനിക്കാത്തതാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമങ്ങൾ വികസിക്കും. കാരണം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൂടുതലും വ്യാപിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും വരുന്നത് എവിടെയാണ്? റൂറൽ സെക്ടറിലാണ്, ഗ്രാമങ്ങളിലാണ്. അപ്പൊ ഗ്രാമങ്ങളുടെ വികസനത്തിന്, ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന്, ഉയർത്തുന്നതിന് എല്ലാം എന്ത് സഹായിക്കും? ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സഹായിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? പ്രധാനമായും 5 പോയിന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വളരെ കുറച്ച് മുതൽ മുടക്ക് മതി, വളരെ കുറച്ച് മൂലധനം മതി. രണ്ടാമത്തേത് ലെസ് ഇമ്പോർട്ട്, ഇറക്കുമതി വേണ്ട. മൂന്നാമത്തത് മോർ ജോബ്സ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. നാലാമത്തത് ലെസ് പൊല്യൂഷൻ, അല്ലെ? പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നു അല്ലെങ്കിൽ കുറവാണ്. ദെൻ അതുപോലെ ലാസ്റ്റ് പോയിന്റ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് ചോദ്യം സാധാരണ വരാറുള്ളത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ റിലവൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്? ഈ രീതിയിലാണ് ഈ ഒരു ഭാഗത്തിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്താണ് ചോദ്യം വരാറുള്ളത്? ഇമ്പോർട്ടൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് നമുക്ക് ഒരു 6 പോയിന്റ് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ആൻസർ പറയാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടു ബിഗിൻ വിത്ത്. അല്ലെ? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരംഭിക്കാൻ എത്ര മുതൽ മുടക്ക് വേണം?
ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മതി, വളരെ ചുരുങ്ങിയ മൂലധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാം. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടു ബിഗിൻ വിത്ത്. അല്ലെ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആരംഭിക്കാൻ, നിങ്ങളുടെ പ്രദേശത്ത് ഒരു ചെറുകിട വ്യവസായം ആരംഭിക്കാൻ വളരെ കുറച്ച് മുതൽ മുടക്കോട് കൂടി അത് ആരംഭിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇന്റൻസീവ്, ദേ ക്രിയേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാം നമ്മൾ അഡ്വാൻറ്റേജസിൽ കണ്ടതാണ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇന്റൻസീവ്, അല്ലെ, അതായത് ചെറുകിട വ്യവസായങ്ങളെല്ലാം എന്താണ്, തൊഴിൽ പ്രാമുഖ്യമുള്ള ഒരു ഉൽപാദന രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, അല്ലെ, തൊഴിൽ പ്രാധാന്യമുള്ളതാണ്. അതായത് രാജ്യത്തിലെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യവസായശാലകളാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ക്രിയേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആസ് റോ മെറ്റീരിയൽ, ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്. കണ്ടോ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരിക്കലും എന്തിന്റെ ആവശ്യം വരുന്നില്ല, ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്, ഇമ്പോർട്ട്സിന്റെ ആവശ്യം വരുന്നില്ല, ഇറക്കുമതിയുടെ ആവശ്യം വരുന്നില്ല. എന്താ കാരണം, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആസ് റോ മെറ്റീരിയൽ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്, റിസോഴ്സസുകളെല്ലാം എന്താണ്, ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത്, അല്ലെ. അതായത് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആഭ്യന്തരമായോ നമുക്ക് ലഭിക്കാവുന്ന അസംസ്കൃത വസ്തുക്കളാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്, അവയ്ക്ക് ഒരിക്കലും എന്തിന്റെ ആവശ്യം വരുന്നില്ല, ഇമ്പോർട്ട്സിന്റെ, ഇറക്കുമതിയുടെ ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണല്ലോ മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹാവ് കം അപ്പ് ലോക്കലി, ദേ ഹെൽപ്പ് ഇൻ വില്ലേജ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, അല്ലെ. നമുക്കറിയാം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലോക്കലി കമപ്പ് ആയിട്ടുള്ളവയാണ് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് രൂപം കൊള്ളുന്നവയാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെ ദേ ഹെൽപ്പ് ഇൻ വില്ലേജ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ, ഗ്രാമങ്ങളുടെ വികസനത്തിനും അവരുടെ ക്ഷേമത്തിനും മാത്രം നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് ഏത്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അഞ്ചാമത്തെ പോയിന്റ്, ദേ ആർ യൂഷ്വലി eco-friendly, they do not harm the environment, അല്ലെ. അതായത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്, ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലെ, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഏത്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഹാം ദ എൻവയോൺമെന്റ്, അവ ഒരിക്കലും എൻവയോൺമെന്റിന് ക്ഷതമേൽപ്പിക്കാറില്ല. ഓക്കെ, എന്താ പറഞ്ഞത്, ദേ ആർ യൂഷ്വലി ഇക്കോ ഫ്രണ്ട്ലി, അല്ലെ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഹാം ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും അല്ലെങ്കിൽ ആപത്തും വരുത്തുകയില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആസ് റോ മെറ്റീരിയൽ, ദേ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലെ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ കൂടുതലായും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സുകളായിരിക്കും, അല്ലെ. അതായത് പ്രാദേശികമായിട്ടോ ഡൊമസ്റ്റിക് ആയിട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ് റോ മെറ്റീരിയൽ ആയി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത്. ദേ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. അതുകൊണ്ട് തന്നെ സ്മാൾ സ്കെയിൽ സെക്ടർ എന്താണ്, ഈ അഗ്രികൾച്ചറൽ സെക്ടറിനു കൂടി വളർന്നു വരാൻ ഒരു അവസരം ഒരുക്കുന്നു. മനസ്സിലാക്കുക, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആസ് റോ മെറ്റീരിയൽ, അല്ലെ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ കൂടുതലായും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്താണ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സുകളാണ്. അതുകൊണ്ട് തന്നെ ദേ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളരുന്നതിനനുസരിച്ച് അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയായ അഗ്രികൾച്ചറൽ സെക്ടർ കൂടി വികാസം പ്രാപിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ.
ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ട്രേഡ് പോളിസി, അതായത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, വ്യാപാര നയമാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വ്യാപാര നയം എന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറക്കുമതിക്ക് ബദൽ എന്നാണ്. നോക്കാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫോളോഡ് ദ ട്രേഡ് പോളിസി ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ അനുവർത്തിച്ചു പോന്ന ട്രേഡ് പോളിസി, വ്യാപാര നയം എന്തിനെ അനുസരിച്ചുള്ളതാണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നയത്തെ അനുസരിച്ചുള്ളതാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇറക്കുമതിക്ക് ബദൽ എന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് substituting imports with domestic production, okay, or domestic products. എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതായത് പകരം വെക്കുക. എന്തിനു പകരം? ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം അല്ലെ, ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ആഭ്യന്തരമായി നമ്മുടെ സ്വന്തം രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുക എന്നുള്ളതാണ് ഏത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് imports with domestic production. ഓക്കെ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായി രാജ്യത്തിനകത്തു തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അതിന് പകരം ഉപയോഗിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ മീൻസ് ഡാഷ് എന്നാണ് ഇവിടെ വൺ വേർഡ് ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കൊടുക്കാം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തിനാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എയിം ചെയ്യുന്നത്? ഇറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പോൾ പ്രധാനമായും ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ്? റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അമിതമായ ആശ്രയത്വം എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എയിം ചെയ്യുന്നത്. ഓക്കെ, ദ പോളിസി ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ലീഡ്സ് ടു ദ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒരു പോളിസി പ്രകാരം എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ, ഒരു പ്രൊട്ടക്ഷൻ പോളിസി കൊണ്ടുവരണം. കാരണം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മുന്നിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊട്ടക്ഷൻ പോളിസി നടപ്പിലാക്കണം അല്ലെ. ദ പോളിസി ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ലീഡ്സ് ടു ദ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഈ നടപ്പിലാക്കിയ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ഉണ്ടല്ലോ, ഈ പോളിസി എന്തിലേക്ക് നയിച്ചു? ഒരു പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു. ആ പ്രൊട്ടക്ഷൻ പോളിസി ഏതെല്ലാമാണ്? താരിഫ്, ക്വാട്ട എന്നിവയാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ പോളിസി ഏതൊക്കെയാണ്? താരിഫ്, ക്വാട്ട. താരിഫ് എന്താണെന്ന് നോക്കാം. താരിഫ് ആർ ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട്സ് ഓർ എക്സ്പോർട്സ് അല്ലെ, കയറ്റുമതിയോ ഇറക്കുമതിയോ നടത്തുന്ന വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിക്ക് പറയുന്ന പേരാണ് എന്ത്? താരിഫ്സ്. ഓക്കെ, താരിഫ് എന്താണ്? ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട്സ് ഓർ എക്സ്പോർട്സ് അല്ലെ. രണ്ടാമത്തേത് ക്വാട്ടയാണ്. എന്താണെന്ന് നോക്കാം. ക്വാട്ടാസ് ആർ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് അല്ലെ, അതായത് വസ്തുക്കളുടെ അളവിലുള്ള നിയന്ത്രണത്തിനെയാണ് ക്വാട്ട കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ക്വാട്ട സിസ്റ്റം അലോസ് ഓൺലി എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി ഇമ്പോർട്ടഡ്. രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ അളവിൽ നിയന്ത്രണം വരുത്തുന്ന ഒരു സിസ്റ്റമാണ് ക്വാട്ട. മനസ്സിലാവുണ്ടല്ലോ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ അളവിൽ നിയന്ത്രണം വരുത്തുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ക്വാട്ട. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചത്.
ഒന്ന് താരിഫ്സ് ആണ്. താരിഫ്സ് ആർ ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട്സ് ഓർ എക്സ്പോർട്ട്സ് ആണ്. കോട്ടാസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് വസ്തുക്കളുടെ അളവിലുള്ള നിയന്ത്രണത്തിനെയാണ് കോട്ട കാണിക്കുന്നത്. ദ കോട്ട സിസ്റ്റം അലോസ് ഓൺലി എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് to be imported. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളായിരുന്നു. ഒന്ന് ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ 1956, രണ്ടാമത്തേത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാർവേ കമ്മിറ്റി 1955 രൂപീകരിച്ചത്. ദെൻ മൂന്നാമത്തേത് ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട നയമായിരുന്നു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.